എഴുത്തുകാരൻ, അധ്യാപകൻ, പ്രഭാഷകൻ, സാംസ്കാരിക പ്രവർത്തകൻ തുടങ്ങിയ നിലകളിൽ കഴിഞ്ഞ 7 പതിറ്റാണ്ടിലധികം കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ചിന്താമണ്ഡലങ്ങളിൽ ഏറെ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് ബഹുമാന്യനായ MK സാനുമാഷ്. സാനുമാഷ് തനിക്ക് സമകാലികരായ ചില സാഹിത്യകാരന്മാരുടെ സാഹിത്യ ചിന്തകളെ നിരീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഉറ്റ സുഹൃത്തായ CJ തോമസിൻ്റെ നാടക ദർശനങ്ങളെ വിശകലനം ചെയ്യുന്നു. ഒപ്പം സമകാലികമായ സാമൂഹിക വിഷയങ്ങളോട് പ്രതികരിക്കുന്നു. മാഷേ, നമസ്കാരം. മാഷേ, കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ചിന്താമണ്ഡലത്തിൽ കേസരി, M. ഗോവിന്ദൻ, CJ തോമസ് എന്നിവർ നൽകിയ സ്വാധീനത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. കേസരി A. ബാലകൃഷ്ണപിള്ളയാണ് ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം സാഹിത്യത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റേത് വിചിത്രമായൊരു ജീവിതമായിരുന്നു. ലോക സാഹിത്യവുമായിട്ട് ജനങ്ങളെ പരിചയപ്പെടുത്തി. ഹെൻറിയുടെ ചെറുകഥ പരിഭാഷപ്പെടുത്തിയത് മോപ്പസാങ്ങിൻ്റേത് ഫ്രഞ്ച് അറിയാമല്ലോ, ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് പരിഭാഷപ്പെടുത്തി. റഷ്യയിൽ നിന്ന് അങ്ങനെ ലോക ഭാഷകളുമായിട്ട് അപ്പോൾ നമ്മൾ ബന്ധം, അതുവരെ ഇംഗ്ലീഷ് ഭാഷയാണ് നമ്മളെ ബന്ധം. അതിൽ നിന്ന് വിട്ടിട്ട് ഇത് ലോക ഭാഷകളുമായിട്ട് ബന്ധപ്പെടുത്തിയത് കേസരി A. ബാലകൃഷ്ണപിള്ളയാണ്. നമ്മുടെ അഭിരുചി നവീകരണത്തിന് അത് വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ചിത്രകാരന്മാരെ പരിചയപ്പെടുക, ചിത്രകലയിലെ പുതിയ പ്രവണതകളവർ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് സാഹിത്യത്തിലെയും, ഇപ്പോൾ സാഹിത്യത്തിൽ ജെയിംസ് ജോയ്സ്, അതിനെ നമ്മളിവിടെ അധികം ഒട്ടും അറിയില്ലായിരുന്നു. ജെയിംസ് സ്കോട്ട്ലൻഡുകാരനാണെങ്കിലും നമ്മളാരും അറിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അതറിയാമായിരുന്നു. അതുപോലെ മറ്റേ ഒരു ഫ്രഞ്ച് സാഹിത്യകാരനുണ്ട്, റിമെമ്പറൻസ് ഓഫ് തിങ്സ്, മാർഷൽ പ്രൂസ്റ്റ്. അത് 8 എത്രയോ വോളിയംസ് ഉണ്ട്. ഇത് മുഴുവൻ വായിച്ചു തീർത്തു അദ്ദേഹം. വായിച്ചു തീർത്ത് അതിനെപ്പറ്റി എഴുതിയിരുന്നു. അപ്പോൾ അതിനേക്ക് ആസ്പദമാക്കി പുതിയ പ്രവണതകൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നവലോകം എന്നൊരു പുസ്തകം എഴുതി. സാഹിത്യം, ചിത്രകലയും ആനുഷംഗികമായി പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ സാഹിത്യവും മനഃശാസ്ത്രവും അദ്ദേഹം ഫ്രോയിഡിൻ നല്ലപോലെ കലക്കി കുടിച്ച ആളായിരുന്നു. അപ്പോൾ അടിസ്ഥാനപ്പെടുത്തി. അപ്പോൾ ഫ്രോയിഡിൽ എന്താണ് ബോധം, എന്താണ് ബോധം, അതിനൊക്കെ ചെറിയ മുഖവര കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പലരും ഇത് തോന്നിയപടി ഇത് പ്രയോഗിച്ചിട്ടുണ്ട് മലയാളത്തിൽ. മനഃശാസ്ത്രം എന്നും പറഞ്ഞ് മനഃശാസ്ത്രം അല്ലാത്ത പലരും. പക്ഷെ അദ്ദേഹത്തിന് നിശ്ചയം ഉണ്ടായിരുന്നു. അപ്പോൾ മനഃശാസ്ത്രം പഠിപ്പിക്കും. നവലോകം, അതുപോലെ പിന്നീടാണ് അദ്ദേഹം നവീന ചിത്രകല അതൊരു പുസ്തകമുണ്ട്. അതിലത്തെ ചിത്രകല എല്ലാ ക്യൂബിസം വരെ പറയുന്നുണ്ട്. ക്യൂബിസം നമുക്ക് വളരെ വിചിത്രമായി തോന്നുന്ന ഒന്നാണ്. അന്ന് തന്നെ പിക്കാസോയെ വരെ പരിചയപ്പെടുത്തിക്കൊണ്ട്, എന്നിട്ടും അന്ന് മാത്രമല്ല ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചു. നമ്മൾ ഇംഗ്ലീഷ് വാക്കുകൾ ഇൻ്റർ റിലേഷൻ ബിറ്റ്വീൻ ദി ആർട്സ്, സംഗീതം, ചിത്രകല, സാഹിത്യം, ഇത് മൂന്നും തമ്മിൽ സജീവമായ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്ന അദ്ദേഹമാണ്. നമ്മുടെ സാഹിത്യ വീക്ഷണത്തിൻ്റെ ചക്രവാളം മുമ്പ് ആർക്കും കഴിഞ്ഞിട്ടില്ല, പിന്നീടും കഴിഞ്ഞിട്ടില്ലാത്ത വിധത്തിൽ അദ്ദേഹം അനന്തതയോളം വികസിപ്പിക്കുകയാണ് ചെയ്താണ് കേസരി A. ബാലകൃഷ്ണപിള്ള. അദ്ദേഹത്തെ CJ തോമസ് പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് നേരിട്ട് വരുന്നത് നല്ല കാര്യമാണ്. CJ തോമസ് അദ്ദേഹത്തെ കാണാൻ ചെന്നു. CJ തോമസ് ആരെയും ബഹുമാനിക്കാത്ത ഒരു വ്യക്തിയാണ്. വ്യക്തിപൂജ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലേ ഇല്ല. കേസരിയെ കാണാൻ ചെന്നപ്പോൾ ആനുഷംഗികമായി ചിത്രകലയെപ്പറ്റി പരാമർശമുണ്ടായി. CJ തോമസ് ചിത്രകല നല്ലപോലെ അറിയാവുന്ന ആളായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന് ഒരുപാട് ആൽബമിരിപ്പുണ്ട്, ഞാനതെല്ലാം കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും പാശ്ചാത്യ ചിത്രകാരൻ മാസ്റ്റേഴ്സിൻ്റെ ഒക്കെ ആൽബമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ചോദിച്ചപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ മഞ്ഞ നിറം ഇന്ന അർത്ഥങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ CJ തോമസ് അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം പോയി ഒരു വലിയ നോട്ട് ബുക്ക് എടുത്തുകൊണ്ട് വരും. അതിൽ അന്നത്തെ ഇദ്ദേഹം വരച്ച് വെച്ചിട്ടുണ്ട്, പെൻസിൽ കൊണ്ടോ പേന കൊണ്ടോ. ഇവിടെ മഞ്ഞ നിറം, മഞ്ഞെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇതാണ് അന്ന് കണ്ടത്. അന്ന് ചൈനയിൽ ഇന്ന അർത്ഥമാണ്, അത് പാശ്ചാത്യ ചിത്രയിൽ ഇന്ന അർത്ഥമാണ്, ഇതിൻ്റെ സങ്കരത്തിലൂടെ ഇന്ന വികാരങ്ങളുണ്ടാക്കും. CJ തോമസ് അന്തം വിട്ടുപോയി. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ പഹയനാണ് പറഞ്ഞത്. ആ പഹയൻ്റെ വിജ്ഞാന ലോകം പോയിട്ട് ഞാൻ അന്തം വിട്ടുപോയെന്നാണ്. CJ തോമസ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്
കേസരി ബാലകൃഷ്ണപിള്ളയെക്കുറിച്ച് ആളെ പൂജിക്കുന്ന ലേഖനമാണ്. എംഗോവിന്ദൻ നേരിട്ട് കേസരി അപ്പോൾ കാണുന്നില്ല, ഷഷ്ടിപൂർത്തിക്കാണെന്ന് തോന്നുന്നു എനിക്ക് വന്ന് കാണുന്നത് കേസരി. എം ഗോവിന്ദൻ വരുന്നത് ഇപ്പോൾ സി ജെ തോമസിൻ്റെ ജീവിതത്തിൽ ഉള്ള ഒരു ഒരു സംഭവം. അദ്ദേഹം ചെമ്മാസനായിട്ടാണ് ഇൻ്റർമീഡിയറ്റിന് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം ഒരു പുരോഹിത ശ്രേഷ്ഠൻ്റെ പുത്രനുമാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും ഇദ്ദേഹത്തിന് വിരോധമില്ല, അതുകൊണ്ട് അതിട്ട് പഠിക്കാൻ പോയി. അവിടെ വെച്ച് പലതരം ഗ്രന്ഥങ്ങളുമായി പരിചയപ്പെട്ടു, പുതിയ മറ്റ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടു. അതിനെ ചിന്തിക്കാൻ തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് അവസാനം അദ്ദേഹം മനസ്സ് മാറി. മതമല്ല രക്ഷിക്കുന്നത്, കമ്മ്യൂണിസമാണെന്ന് പറഞ്ഞു. അവിടെ വെച്ച് തന്നെ ഒരു ദിവസം അദ്ദേഹം ഈ ലോഹ ഊരി മുണ്ടും മടക്കി കുത്തി വീട്ടിലെത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈലനുസരിച്ച് ലോഹ പെങ്ങന്മാർക്ക് കൊടുത്തു, നിങ്ങൾ ചട്ട തൽപ്പിക്കാൻ കൊള്ളാം, ഞാൻ വേറെ വഴിക്ക് പോവുകയാണെന്ന് പറയും. ട്രേഡ് യൂണിയൻ പ്രവർത്തനം, അതിന് ഈ പുളക്കാർഡൊക്കെ എഴുതുക, സ്റ്റഡി ക്ലാസ് എടുക്കുക, അങ്ങനെ അവർ വീടിയിരിക്കുന്നതൊക്കെ അന്നാണ്, അക്കാലത്താണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ജീവിതം പോയി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മഹത്വമുണ്ട്. അദ്ദേഹം ഒട്ടും തന്നെ ഒരു ശകാരവും ഇട്ടിട്ടില്ല, ഒന്നും ഒരിക്കലും പുരികം ചൊളിച്ച് കാണിക്കുക പോലും ചെയ്തിട്ടില്ല. അതെല്ലാം സഹിഷ്ണുതയോടെ ആ പിതാവ് സഹിച്ചിരിക്കുകയാണ്. പിതാവിന് അതുകൊണ്ടാണ് സി എക്ക് സ്ഥാനം പറയുമ്പോൾ വലിയൊരു ആദരവും ബഹുമാനവും ഒക്കെ കൂടി വരും, സ്നേഹവും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതിനേക്കാളും വലിയ ഡിസിപ്ലിനുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം ഇഷ്ടം പോലെ അഭിപ്രായം പറയാനൊന്നും പറ്റുകയില്ല. അതേ വന്നാണ് ഈ MS, PT പൊന്നൂസ് തുടങ്ങിയ നല്ല ആളുകൾക്ക് ഈ നോട്ട്സ് കുറിച്ച് കൊടുക്കും, പ്രസംഗത്തിനുള്ള. അതിനൊക്കെ നോട്ട്സ് കൊടുക്കുന്നു. അങ്ങനെ ഇങ്ങനെ പലതിയും പ്ലക്കാർഡ്സ് എഴുതുക, അത് ഒട്ടിക്കും. സകല കൂലിപ്പണി വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അവരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. ഇന്നതൊക്കെ പറയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അത് പറ്റിയില്ല. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ ഒരു കുപ്പായം ഊരിയത് മറ്റൊരു കുപ്പായത്തിൽ ഒതുങ്ങാനല്ല എന്ന് പറഞ്ഞ് അതും ഊരി പുറത്തേക്ക് പോരുകയാണ്. അപ്പോൾ കുറേ കാലം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ബദ്ധശത്രുവായി അദ്ദേഹം കഴിയേണ്ടി വന്നു. പിന്നീട് അങ്ങനെയാണ് അദ്ദേഹം കഴിഞ്ഞത്. അങ്ങനെയാണ് പോകുന്നത്. എം ഗോവിന്ദൻ ഒരിക്കലും പാർട്ടി ചേർന്നിട്ടില്ല. ഉണ്ട്. സി എ തോമസ് UC കോളേജിൽ പഠിക്കുന്ന കാലത്ത് ടീച്ചർ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയായിരുന്നു. അപ്പോൾ കുറ്റിപ്പുഴ തൻ്റെ വേദാന്തത്തിൽ നിന്ന് മാറുന്ന ഘട്ടമാണ്. അദ്ദേഹം അദ്വൈതവാദിയായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ കൂടെ പഠിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു. ചോദിച്ചാൽ അത് അദ്വൈതമൊക്കെ പച്ചവെള്ളം കലക്കി കുടിച്ചതുപോലെ പറഞ്ഞു തരും. അതിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റമാണ് നിരീശ്വര യുക്തിവാദത്തിലേക്ക്. കമ്മ്യൂണിസ്റ്റിൻ്റെ അനുഭാവിയായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ആയില്ല അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളാണ് ചിന്താസ്വാതന്ത്ര്യത്തിൻ്റെ രാജവീഥി സി എ തോമസിൻ്റെ ചിന്തയിൽ തെളിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അദ്ദേഹം ആ വഴിക്ക് പോകും. ഇതുവഴി വലിയ സ്വാധീനമുണ്ട്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായപ്പോഴും കുറ്റിപ്പുഴ പിണങ്ങിയില്ല. കണ്ടപ്പോൾ പഴയ വാത്സര്യത്തോടുകൂടി തന്നെ സി എ തോമസിനെ ഓർമ്മിക്കുകയാണ് ചെയ്തത്. സി എ തോമസും തമ്മിൽ ഉള്ള ബന്ധം പരസ്പരം ഉള്ള ഒരു സ്വാധീനം പോലെ നിന്നിട്ടില്ലേ? ഉണ്ട്. അതിൻ്റെ കാരണം ഈ ചിന്താസ്വാതന്ത്ര്യം എന്ന ബിന്ദുവിലാണ് ഇവർ തമ്മിൽ യോജിക്കുന്നത്. എം ഗോവിന്ദന് പൂർണ്ണ സത്യമില്ല, ഇവിടെയും പൂർണ്ണ സത്യമില്ല. പക്ഷെ എം ഗോവിന്ദൻ ആദ്യം തന്നെ MN റോയിയായിട്ടാണ് ബന്ധപ്പെട്ടത്. MN റോയ് അടിസ്ഥാനപരമായി സംഘടന തന്നെ മനുഷ്യൻ അടിമപ്പെടുത്തുന്ന ആളുടെ പക്ഷക്കാരനാണ്. CIA സംഘടനയിൽ ജീവിച്ചു പോകുന്ന ആളുമാണ്. അതുകൊണ്ട് സംഘടനയിൽ പോകുന്നതിൽ വിരോധമില്ലെന്ന് വന്നു. പക്ഷേ ഇവർ തമ്മിൽ വളരെ ഗാഠമായ ആത്മീയ ഐക്യം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. CIAയുടെയും ഇപ്പോൾ എം ഗോവിന്ദൻ്റെയും വീക്ഷണത്തിൻ്റെ മൗലികമായ ഭാഗം ജീവസ്നേഹമാണ്. ആൽബർട്ട് ഷോയ്സർ അത് വന്നിട്ടുണ്ട്. റെവറൻസ് ഫോർ ലൈഫ്, ജീവൻ്റെ നേർക്കുള്ളൊരു ഭക്തിയുണ്ട്. ഈ ജീവൻ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല, അതിന് നമ്മളൊന്നും ആദരിക്കേണ്ടതാണ്. അതിൻ്റെ ഏറ്റവും വലിയ നിഷേധമാണ് യുദ്ധം എന്ന് പറയുന്നത്. അത് സംഘടിതമായും ആസൂത്രിതമായും നടത്തുന്ന നിഷേധമാണ്. അതാണ് എം ഗോവിന്ദൻ്റെ നാടകത്തിൻ്റെ പേര് നീ മനുഷ്യനെ കൊല്ലരുത്, ഒരു മനുഷ്യനെ കൊല്ലരുതെന്നല്ല അതിൻ്റെ അർത്ഥം. യുദ്ധമായിട്ട് അതിനും ബന്ധപ്പെടുന്നുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്നത് എന്നും നമ്മുടെ ആദരവ് അർഹിക്കുന്ന ഒന്നാണ്. അത് സി എ തോമസിൻ്റെയും മാരാരിലും അത് കാണാൻ വിമർശനം കാണാം. ഇപ്പോൾ മഹാഭാരതം ധർമ്മയുദ്ധം എന്നൊക്കെ പറഞ്ഞ് വാഴ്ത്തി കൊണ്ടുവന്ന അശ്വത്ഥാമാവിൻ്റെ കൂട്ടക്കൊലയല്ലേ അവസാനം കശാപ്പാണല്ലോ മനുഷ്യരെ മുഴുവൻ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ. അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ്, ഇപ്പോഴും മനുഷ്യരിലുണ്ട്. ടോൾസ്റ്റോയ് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ടോൾസ്റ്റോയ് എഴുതിയത് നമ്മുടെ എല്ലാ രാഷ്ട്രങ്ങളും അവരുടെ പ്രധാനപ്പെട്ട ഒരു ഉപാധിയായിട്ട് ഉപയോഗിക്കുന്ന പ്രതിരോധ വകുപ്പാണ്, ഡിഫൻസ്
നമ്മളേറ്റവും പണം മുടക്കുന്ന ബഡ്ജറ്റൊക്കെ ഡിഫൻസിനാണ് വയ്ക്കുന്നത്. ഡിഫൻസ് എന്ന് പറയുന്നത് ചോരയും നീരുമുള്ള ബുദ്ധിശക്തിയുള്ള ഏറ്റവും നല്ല ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്ത് പരിശീലനം കൊടുത്ത് പഠിക്കേണ്ടതെല്ലാം പഠിപ്പിച്ച് ബുദ്ധിശക്തിയുള്ള നല്ല ആളെ എടുത്തിട്ട് ഒടുവിൽ അവൻ്റെ കയ്യിൽ ഒരു സാധനം എടുത്ത് കൊടുക്കുന്നതാണ് തോക്ക്. അന്ന് തോക്കാണ്. തോക്ക് മനുഷ്യനെ സ്നേഹിക്കാനുള്ളതല്ല, കൊല്ലാനുള്ളതാണ്. കൊല്ലാനാണ് ഈ പരിശീലനം കൊടുക്കുന്നത്. അവനെ ഒരു ദിവസം പിടിച്ചിട്ട് എവിടെയോ കൊണ്ടുപോകും, ഇവൻ നമ്മുടെ ശത്രുവാണ് എന്ന് കാണിച്ചിട്ട് അവനെ കൊല്ലുകയാണ്. ഇതിനേക്കാളും മൃഗീയമായ പൈശാചികമായ ഒരു ആചാര ലോകത്തിലുണ്ടോ? ടോൾസ്റ്റോയ് ചോദിക്കുന്നുണ്ട്. അത് തന്നെ ഇവർ അത്രയും പോയില്ലെങ്കിലും അതുണ്ടായിരുന്നു, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. കെ സാനുമാഷിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏതാണ്ട് സുഹൃത്തായിരുന്നു CJ എന്ന് എല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. CJ ആദ്യം പുരോഹിതൻ്റെ മകനായിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തുകൊണ്ട് എതിർപക്ഷത്തിന് വേണ്ടി നാടകം പോലും എഴുതി. കേരളത്തിൽ മുഴുവൻ വിഷവൃക്ഷം. ആ സമയത്തൊക്കെ വല്ലാത്തൊരു സംഘർഷം നിലനിൽക്കുകയാണ്. അപ്പൊ നിങ്ങള് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ മാഷിന്റെയൊക്കെ നിലപാട് എന്തായിരുന്നു? ഈ CJ-യുമായിട്ടൊക്കെയുള്ള ആത്മബന്ധത്തെ അത് ബാധിക്കുമോ? അതിനെക്കുറിച്ച് ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല. ഞങ്ങൾ വ്യക്തിബന്ധത്തിൽ എൻ്റെ രാഷ്ട്രീയമായി എനിക്ക് വളരെ വിരുദ്ധമായ വീക്ഷണം പുലർത്തുന്നവരോട് എനിക്ക് ഒരിക്കലും പണക്കം തോന്നാറില്ല. CJ തോമസിനാണ് തോന്നിയിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ഞാൻ ഉദാഹരണം പറയാം. ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്നു പോകുമ്പോൾ അന്ന് വിമോചന സമരകാലത്ത് ബ്ലഡി റാസ്കൽ EMS വിളിക്കുന്ന ഒരു ജാഥ വരുന്നുണ്ട് കുട്ടികളെ. അപ്പോൾ ഇങ്ങനെ CJ തോമസ് ആ വിളിക്കുന്ന കക്ഷിയിലാണ്. ബ്ലഡി റാസ്കൽ EMS എന്ന് വിളിക്കുന്ന കക്ഷിയിലാണ് CJ തോമസ് ഉള്ളത്. ആണല്ലോ, അതിനെതിരല്ലേ. പക്ഷേ അത് കണ്ടപ്പോൾ മൗനിയായി. ഞാൻ CJ തോമസിനോട് നമ്മുടെ ജാഥ വരുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ മുഖത്ത് ഒരു ശോകഛായ വന്നു. അപ്പോൾ അത് ആ വ്യക്തി ബന്ധം CJ-യും കളഞ്ഞിരുന്നില്ല. പലരോടും സ്നേഹിച്ച് അത് വെറുത്തവരെ പിന്നെ ആയിട്ട് ബന്ധം പുലർത്തിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഉണ്ടായിരുന്നു. സാഹിത്യ വിമർശനത്തിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായാൽ അത് CJ തോമസും അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സും എനിക്കും വിശാലമായിട്ട് കാണാൻ കഴിയുന്ന എൻ്റെ ആത്മവിശ്വാസം. അങ്ങനെ അത് എപ്പോഴും അനുരഞ്ജനത്തിൽ കൊണ്ടുപോവുകയാണ് ചെയ്തത്. പലപ്പോഴും അങ്ങനെയാണ്. CJ തോമസ് ഈ പറയുന്ന ഈ പുതിയ ചിന്തകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഈ പറയുന്ന ഈ ദാർശനിക ഗ്രന്ഥങ്ങൾ എത്രമാത്രം വായിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താണ് മാഷ് പറയുന്നത്? നമ്മുടെ പാശ്ചാത്യ പുതിയ പറയുന്ന അസ്തിത്വവാദ ദർശനങ്ങൾ ഇത് എവിടെയൊക്കെ CJ കണ്ടിരുന്നു? എക്സിസ്റ്റൻഷ്യലിസം അല്ല, മാർക്സിസം നല്ലപോലെ പഠിച്ച ഒരു വ്യക്തിയാണ്. ബൈബിളും പഠിച്ച വ്യക്തിയാണ്. ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് മറ്റ് തത്വശാസ്ത്രങ്ങൾ വലിയ പ്രയാസമില്ല. ബെർട്രാൻഡ് റസൽ എനിക്കുള്ള അത്രയും പരിചയം CJ-ക്കില്ലായിരുന്നു. ഞാൻ റസലിനെ ഇങ്ങനെ എന്നും അനുഗമിച്ച് പോന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മറ്റേ സാർത്ര ഇഷ്ടമായിരുന്നു. അതുപോലെ ഇഷ്ടമായിരുന്നു ക്യാമു. ഇവർ രണ്ടും എക്സിസ്റ്റൻഷ്യലാണ് പറയുന്നത്. ക്യാമു മരിച്ചാൽ ഞങ്ങൾ യാദൃശ്യമാണ്, ഞാനത് എഴുതിയിട്ടുണ്ടിരിക്കും. എനിക്ക് ആ ഒരു കാര്യമില്ലാതെ ഇവിടെ ഇരുന്ന് എനിക്കന്ന് വളരെ ദുഃഖം തോന്നി. എൻ്റെ ആരോ മരിച്ചതുപോലെ കാർ ആക്സിഡൻറ്റ് മരിച്ചു എന്ന് വാർത്ത കഴിഞ്ഞു. ഞാൻ വൈകുന്നേരം എൻ്റെ ആ ഒരു വ്യഥ തീർക്കാൻ വേണ്ടി CJ തോമസിനെ കണ്ടു. അതേപോലെ ദുഃഖിതനായിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടും പരസ്പരം അറിയാതെ ഈ ദുഃഖം അനുഭവിച്ചിട്ടുള്ളത് നമ്മുടെ ആരോ ബന്ധു. അങ്ങനെയുള്ളൊരു ബന്ധം മറ്റ് ഫിലോസഫേഴ്സുമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സാർത്രയെ അത്രയും ബന്ധം ഇല്ലായിരുന്നെങ്കിലും സാർത്രയുടെ പല നാടകങ്ങളും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ആ റെസ്പെക്റ്റബിൾ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ നാടകം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ അതിനെപ്പറ്റി ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. റിബൽ എനിക്ക് അദ്ദേഹം തന്നിട്ടുണ്ട്. റിബൽ അദ്ദേഹത്തെ വളരെ സ്വാധീനിച്ച ഒരു കൃതിയാണ്. അതെനിക്ക് അവസാനം എനിക്ക് സ്നേഹപൂർവ്വം സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ തന്ന ഒരു പുസ്തകം റിബലാണ്. മാഷിൻ്റെ കാഴ്ചപ്പാടിൽ ഈ നാടകത്തിൻ്റെ മൗലികത, സവിശേഷത അപ്പോൾ എന്താണ്? നാടകത്തിന് ഇതര സാഹിത്യശാഖകളിൽ നിന്നുള്ള വ്യത്യാസം, നാടകം രംഗത്ത് അവതരിപ്പിക്കാൻ ആണ് എഴുതുന്നത്. കവിത എഴുതുന്നത് വായിക്കാൻ വേണ്ടിയാണ്, വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടിയാണ്. കവിത ഒറ്റയ്ക്കാണ് പലരും നമ്മൾ അതിൻ്റെ ആസ്വാദനത്തിൻ്റെ സാഫല്യം ഒറ്റയ്ക്ക് വായിച്ചാലേ പറ്റുള്ളൂ. വായിച്ച് കേട്ടാൽ കിട്ടുകയില്ല. നോവൽ തന്നെയാണ്, നമ്മൾ തനിയിരുന്ന് വായിക്കുകയാണ്, കൂട്ടായിട്ട് വായിക്കാറില്ല. പക്ഷേ നാടകം എഴുതുന്നത് തന്നെ രംഗത്ത് അവതരിപ്പിക്കാൻ വേണ്ടിയാണ്. രംഗത്ത് അവതരിപ്പിക്കാൻ കാണുന്ന ഒരു കൂട്ടായ സദസ്സാണ്. അപ്പോൾ ഈ സദസ്സിൻ്റെ സാന്നിധ്യം നാടകത്തെ പലതരത്തിലും സ്വാധീനിക്കുന്നുണ്ട്.
ആ സ്വാധീനമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മൗലികമായ ഒരു അംശം എന്ന് ഞാൻ കരുതുന്നു. ഒന്ന്. രണ്ട്, കവിതയിൽ ഇഷ്ടം പോലെ കവിക്ക് സ്വാതന്ത്ര്യമുണ്ട്, നോവലിൽ സ്വാതന്ത്ര്യമുണ്ട്. നേരെ മറിച്ച് ഇവിടെ കഥാപാത്രങ്ങളിൽ തന്നെ ഒതുങ്ങി നിൽക്കേണ്ടി വരും. അവിടെ സ്വാതന്ത്ര്യം കുറയും എഴുത്തുകാരൻ്റെ. ആ സ്വാതന്ത്ര്യം കുറയുന്നത് എഴുത്തുകാരൻ അത് തീവ്രതയായിട്ട് മാറ്റിയെടുക്കുക, തീവ്രത. അപ്പോൾ നാടകത്തിൽ മറ്റേത് സാഹിത്യകൃതിയിലുള്ളതിനേക്കാളധികം ഒരു ഐക്യദാർഢ്യം എപ്പോഴും ഉണ്ടാകും, ആണ് രണ്ടാമത്തെ വ്യത്യാസം. മൂന്നാമത്തേത് ഒരു കഥാപാത്രം. ഇപ്പോൾ ദോസ്തോവ്സ്കിയാണ് കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ ആൾ. അദ്ദേഹത്തിന് നമുക്ക് കുറേ കഴിയുമ്പോഴാണ് നമുക്ക് കഥാപാത്രമായിട്ട് ബന്ധപ്പെടുന്നത്. ഇത് ആദ്യത്തെ 2 ഭാഗം വായിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ മാക്ബെത്ത് എടുത്താൽ ആദ്യത്തെ വിച്ചസ് വരുമ്പോഴും ഒരു തമ്മിലുള്ള ഡയലോഗ് വരുമ്പോൾ തന്നെ മാക്ബെത്തിൻ്റെ അധികാരാസക്തി, മാക്ബെത്തിൻ്റെ അന്ധവിശ്വാസത്തിൽ വഴങ്ങാനുള്ള പ്രവണത, അതേ സമയത്ത് തന്നെ നന്മയെപ്പറ്റിയുള്ള ഒരു ബോധം, ഇതെല്ലാം വരുന്നുണ്ട്. ആ തരത്തിൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ സാരാംശം മുഴുവൻ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭങ്ങൾ മാത്രമേ നാടകത്തിൽ എഴുതാൻ പറ്റുള്ളൂ. മറ്റവർക്ക് ഏത് സന്ദർഭവും ആകാം. അതുകൊണ്ട് നാടകീയ ആയ ഏത് രചന വരുമ്പോഴും ഈ രചന വളരെ ചുരുക്കിയെടുക്കും. മൂന്നാമത്തേത് നാടകത്തെ ചടുലമാക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കേണ്ടതാണ് ഇത് ആളുകൾ. അങ്ങനെ ചടുലമാക്കുന്നത് വായിക്കുമ്പോഴും നാടകത്തിൻ്റെ സംഘടനമാണ്. അതാണ് എല്ലാ നാടകത്തെ പറ്റി എഴുതിയിട്ടുള്ള എല്ലാവരും. ബെർണാഡ് ഷാ വരെ ഡ്രാമ ഈസ് എസൻഷ്യലി കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ചിട്ടക്കൂടൊരു അല്പം കൂടി കർക്കശ സ്വഭാവമുള്ളതാണ്, റിയലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയാം. അതിപ്പോൾ ഉദാഹരണത്തിന് അതിൻ്റെ പരീക്ഷണത്തിന് പോരുന്നതാണ് സ്റ്റെൻബർഗാണ്. സ്റ്റെൻബർഗിൻ്റെ ആദ്യത്തെ പരീക്ഷണാത്മകമായ നാടകം ലേഡി ജൂലി അല്ലെങ്കിൽ മിസ് ജൂലിയാണ്. അതിൻ്റെ മുഖവരിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിതിൽ പ്രത്യേക പരീക്ഷണത്തിനല്ല തുനിയുന്നത്, അത് അസാധ്യമാണ്. പരീക്ഷണം മാറ്റം പക്ഷേ ആ മാറ്റം വരുത്തുന്നുമുണ്ട്. പക്ഷേ മാറ്റം വരുത്തുമ്പോഴും അടിസ്ഥാനപരമായി ഒരു വശത്ത് ലേഡി ജൂലി, മറുവശത്ത് മറ്റവൻ, ഇവർ തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ അന്തരീക്ഷം അത് ആദ്യാവസാനം നിലനിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല അതിലെ ഒരു അനിവാര്യതയുണ്ട്. ഇന്ന വഴിക്ക് ഇത് കലാശിക്കുള്ളൂ. നമ്മളൊരു ബസ് ഓടി ഒരു പാലമില്ലാത്ത അടുത്തേക്ക് ഓടി പോകുമ്പോൾ നമ്മൾ അകത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ വീഴാൻ പോവുകയാണ്. അതുപോലെ ഒരു സംഘർഷബോധം അനുവാചിത ജനിപ്പിക്കുന്ന ഒരു അനിവാര്യത എല്ലാ ദുരന്ത നാടകങ്ങൾക്കും നാം കാണാറുണ്ട്. ഇതൊക്കെയാണ് നാടകത്തെ പ്രത്യേകമാക്കി തീർക്കുന്നത്. എന്നല്ല, മനുഷ്യ ഭാവന അതിൻ്റെ അങ്ങേറ്റത്തോളം എത്തുന്നതും നാടക സാഹിത്യത്തിലാണ്. നാടകത്തിന് 2 വശമുണ്ട്. ഒന്ന് അതിൻ്റെ രംഗത്തുള്ള വിജയം, ജനങ്ങൾക്കിടയിലുള്ള വിജയം. 2 സാഹിതീയ മൂല്യം. ഇത് രണ്ടും ചേരുന്നിടത്താണ് നല്ല നാടകം ഉണ്ടാകുന്നത്. ഇത് രണ്ടും ഒരുപോലെ ചേർന്ന നാടകങ്ങൾ മലയാളത്തിൽ ഉണ്ട്. അത് ഇവിടെയൊക്കെ എന്തുകൊണ്ട് CA തോമസിൻ്റെ നാടകം ആസ്വദിക്കുന്നില്ല? ഇപ്പോൾ നമ്മൾ അധികം അവതരിപ്പിക്കുന്നില്ല, N കൃഷ്ണയുടെ നാടകങ്ങൾ ആസ്വദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നാടകത്തിലല്ല ന്യൂനത കാണേണ്ടത്. നമുക്കൊരു ആസ്വാദക സദസ്സ് അഭിരുചിപരമായി ഇവിടെ വളർന്നു വന്നിട്ടില്ല. നമ്മൾ കണ്ട കഥകളിയാണ്. അങ്ങനെ പലതും കണ്ട് വന്ന ജനതയ്ക്ക് ഈ ഒരു ആസ്വാദനം, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നല്ല പറയാം, ഏറ്റവും പ്രചാരം ആർജിച്ച ഒരു നാടകമാണ് കരുണ. ഞാൻ എഴുതിയിട്ടുണ്ട് അതിനെപ്പറ്റി. കരുണ എഴുതിയ സ്വാമി ബ്രഹ്മവൃതനാണ്, കുമാരനാശാൻ്റെ കാവ്യത്തെ ഉപജീവിച്ചുകൊണ്ട്. കരുണ എന്നോടൊന്ന് പ്രധാന നായകനായിട്ട് അഭിനയിച്ച സെബാസ്റ്റ്യൻ കുഞ്ഞുഭവരാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് അവതാരം എഴുതിയത് ഞാനാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചു ഒരുപാട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 25 കൊല്ലക്കാലം അത് ദിവസേന അഭിനയിച്ചിരുന്നു. മലയാളികൾ എവിടെയെല്ലാം ബർമയിൽ പോയിട്ടുണ്ട്, സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്, അവിടെയെല്ലാം ഇത് അഭിനയിച്ച് ഭയങ്കര പ്രീതി നേടിയതാണ്. ഇന്നൊരു നാടകം എന്ന രീതിയിൽ എടുത്താൽ കരുണ അഥവാ വേശ്യാ നിർവാസം എൻ്റെ നിർവ്വാണം, അങ്ങനെയാണ് അതിൻ്റെ പേര്. വായിച്ചാൽ നമുക്കതിന് ആ സാഹിത്യ മൂല്യമില്ല. അപ്പോൾ ഇത് രണ്ടും വരുന്നിടത്താണ് നാടകം അതിൻ്റെ എന്താ പറയേണ്ടത്, ഗുണപരമായ പരകോടിയെ പ്രാപിക്കുക എന്നെനിക്ക് തോന്നുന്നു. CA തോമസ് ഇന്നും വേണ്ടത്ര വിലയിരുത്തപ്പെട്ടിട്ടില്ല എന്ന അഭിപ്രായത്തോടെ മാഷ് എങ്ങനെ പ്രതികരിക്കുന്നു? ഒരതിർത്തിയോളം ഈ പാർട്ടിയിൽ നിന്നുള്ള മാറ്റം, ഓരോന്നിൽ നിന്നുള്ള മാറ്റം, അതിൽ കൂടുതൽ അദ്ദേഹത്തോട് വൈമുഖ്യമുള്ളവരെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അവരാണ് വായനക്കാർ അധികം പേരും. അതുകൊണ്ടാണ് ഒരു ബുദ്ധി ചിന്തിക്കുന്നവരും കൂർമ്മബുദ്ധിയുള്ളവരുമാണ് CA തോമസിനെ ഇന്നും അംഗീകരിച്ച് പോന്നിട്ടുള്ളത്. പക്ഷേ അന്ന് നമ്മൾ പറയുന്ന ഒരു പോപ്പുലർ എന്ന് പറയുന്ന ഒറ്റയാളിന്ന് ജീവിക്കുന്നില്ല. ആരെ ഓർമ്മിക്കുന്ന അക്കാലത്ത് ഏറ്റവും അധികം
ജനപ്രീതി ആർജിച്ച ഉപന്യാസകാരനോ നാടകകൃത്തോ ആരും നമ്മളെ ഓർമ്മിക്കുന്നില്ല. അവരെല്ലാം അസ്തമിച്ചു. ഇന്നും ചെറുപ്പക്കാർക്ക് ചർച്ച ചെയ്യേണ്ടി വരുമ്പോൾ സി എ തോമസ് വരും, എം ഗോവിന്ദൻ വരും. കാരണം അവരുടെ ഊർജ്ജസ്വലമായ ചിന്തയാണ്. ആ ചിന്തയാണ് ഇന്ന് നിലനിൽക്കുന്നത്. സി എ തോമസ് അത് പ്രത്യേകിച്ചും ഒരൊറ്റ 2 വാക്യങ്ങൾ കൊണ്ടൊക്കെ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ച് കളയും. കോഴിമുട്ട നല്ലതാണ്, ചീഞ്ഞാലോ, ഇത്രയും ദുരന്തങ്ങൾ വേറൊന്നില്ല. പറയാൻ പോകുന്ന എന്തിലേക്ക് ശവത്തിൻ്റെ വില, ഇതൊക്കെ വേറെ ആർക്കും എഴുതാൻ സാധിക്കുന്നതല്ല. അത് ഒരു ചിന്താ പ്രപഞ്ചം തന്നെ അനുവാചകരിൽ ഉണർത്തുന്നതാണ്. അതുകൊണ്ടാണ് അത് ഓരോ ഒതുക്കി എഴുതും. ഞാൻ ചോദിച്ചു, സി എക്ക് ഇത്രയും ഒതുക്കമുള്ള ഗദ്യം എങ്ങനെ എഴുതാൻ സാധിക്കുന്നു? സി ജെ പറയുന്നത് 2 കാരണമാണ്. ഒന്ന്, ഞാൻ ബൈബിൾ വായിച്ചിട്ടാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ഗദ്യത്തെ ഒന്ന് ബൈബിളിലാണുള്ളത്. മറിച്ച് അതുമായിട്ട് ആത്മീയമായി അലിഞ്ഞു ചേരുന്ന ഒന്നാണ്. രണ്ടാമത്തെ സംഗതി, എനിക്ക് ഈ സ്വച്ഛന്തമായി, ഞാൻ നിങ്ങളെപ്പോലെ പ്രസംഗകനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വാക്കുകൾ വരികയില്ല. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഉണ്ടാകും. പലപ്പോഴും ഒരു വാക്കിനോട് ആലോചിക്കേണ്ടി വരും. ഇവിടെ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ഒഴുകുമ്പോൾ അതിന് റെസിസ്റ്റൻസ് ആകുമ്പോൾ കത്തുന്നത്, ആ ദീപ്തി കിട്ടുന്നത് ഈ ഒരു എതിർപ്പ് വരുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് സൂക്ഷിച്ച് ഇത് എഴുതേണ്ടതായിട്ട് വരും എന്നൊക്കെ പറയുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സി ജെ ഇന്നും സി ജെ എനിക്ക് തോന്നുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിട്ട് കാണുകയും അതുകൊണ്ട് അങ്ങനെയുള്ള മേഖലകളിൽ സി ജെ തമസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഈ സാംസ്കാരിക വേദികൾ സി ജെയെ ഇപ്പം ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. അതുകൊണ്ട് സി ജെയെ ഒരു വിഭാഗം തമസ്കരിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. ഉണ്ട്. അത് അന്ന് പാർട്ടിയായിട്ട് എതിര് കഴിഞ്ഞാൽ പാർട്ടിക്ക് തന്നെ അവരവർ ഒരു പ്രത്യേക തരത്തിൽ അവഗണിക്കപ്പെട്ടവരാക്കി മാറ്റും. സി ജെ തോമസിന് മാത്രമല്ല, ഇപ്പോൾ പി ഭാസ്കർ അങ്ങനെയാണല്ലോ. ഇപ്പോൾ അന്നത്തെ കവികളുടെ കൂട്ടത്തിൽ, ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ ONV കുറുപ്പോ വയലാർ രാമവർമ്മ, പുനലൂർ തുടങ്ങിയവരെ എടുത്താൽ അവരുടെ കൂട്ടത്തിൽ ഭംഗിയിലിടുന്ന പി ഭാസ്കരനാണ്. ഗാനം പോലും അദ്ദേഹത്തിനാണ് നല്ലത്, സിനിമാ ഗാനം പോലും. പക്ഷെ അദ്ദേഹത്തെ ആ രീതിയിൽ നമ്മൾ കാണുന്നില്ല. അത് പാർട്ടിയുമായിട്ട് എതിർത്ത് തന്നെയാണ് പ്രധാന കാരണം. അങ്ങയുടെ കാലത്ത് റിയലിസം, ആധുനികത, ആധുനികോത്തരത തുടങ്ങിയ ഭാവുകത്വ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടായി. അങ്ങ് എങ്ങനെയാണ് ഈ ഭാവുകത്വ പരിണാമങ്ങളോട് സമരസപ്പെട്ടു പോയത്? അല്ല, ഇത് എനിക്ക് തോന്നുന്നത് ഈ സാഹിത്യത്തിൽ തന്നെ അഭിരുചിപരമായൊരു മാറ്റമുണ്ട്. അതിന് പാശ്ചാത്യത്തിൽ പറയുന്ന എസ്തെറ്റിക് റിവോൾട്ട് എന്നാണ്. ഒരു ശൈലി, റിയലിസം ഉദാഹരണത്തിന്, അത് ഒരേ ശൈലി കുറേ വന്ന് കഴിയുമ്പോൾ നമുക്കത് സ്റ്റൈലാവും, മടുപ്പിക്കുന്നതായിട്ട് മാറും. അപ്പോൾ അതിനെതിരെ ഒരു റിവോൾട്ട് വരും. കാരണം ഭാഷ നവീകരിക്കുന്നത് പോലെ, ഭാഷ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഈ വാസനയും നവീകരിച്ചു കൊണ്ടുവരുന്ന. അതാണ് ഇപ്പോൾ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം വന്നപ്പോൾ അത്രയും സ്വാഗതം കിട്ടിയ കാരണം അത് ഈ ഒരു കലാപത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. സൗന്ദര്യബോധപരമായ കലാപം. എന്നിലൊരു പക്ഷേ ആ കലാപത്തിൻ്റെ വാസന ഉണ്ടായിരിക്കും. പെട്ടെന്ന് അതുമായിട്ട് ഞാൻ താതാത്മ്യം പ്രാപിച്ചു. അയ്യപ്പണിക്കരുടെ കുരുക്ഷേത്രം അധികം പേരും ഇപ്പോൾ മാതൃഭൂമി ഉപേക്ഷിച്ച ഒന്നാണത്. ഞാൻ വായിച്ചപ്പോൾ ആസ്വദിച്ചു. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ ആ റിവോൾട്ടിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരാളാണ്. അതുപോലെ തന്നെ ഒരു മാറ്റത്തിൻ്റെ ഒരു ഭാഗമാണ് അക്കിത്തത്തിൻ്റെ തിരുവാതിരൂരിൻ്റെ ഇതിഹാസം. നിരത്തിൽ കാക്ക കൊത്തുന്നു, ചത്തപ്പെണ്ണിൻ്റെ കണ്ണുകൾ മുലചപ്പി വലിക്കുന്നു, നരവർഗ നവായുഹി എന്നൊക്കെയുള്ള ശ്ലോകങ്ങൾ. അതേപ്പറ്റി ആദ്യം എഴുതിയത് ഞാനാണ്. അവരെല്ലാം ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് എന്താണ് ഇത് എഴുതി കൊണ്ടുവരുന്നതെന്നൊക്കെ. അപ്പോൾ സിനിമാ താരങ്ങളുടെ പേരും അതിലൊക്കെ കൊണ്ടുവന്നിരുന്നല്ലോ. അപ്പോൾ ആ തരത്തിൽ ഒരുപക്ഷെ എൻ്റെ മനസ്സിലും ഈ ഒരു മടുത്തു വന്നു. ഇനി ഒരു മാറ്റം ഉണ്ടായേ പറ്റുള്ളൂ. ഭാഷ നവീകൃതമാകുന്നു, ശൈലി നവീകൃതമാകുന്നു, ബിംബങ്ങൾ നവീകൃതമാകുന്നു. അതിലൂടെ വരുന്ന അതുമായിട്ട് പൊരുത്തപ്പെട്ട് ഞാൻ പോന്നിട്ടുണ്ട്. പിന്നെ ഇവരോട് വ്യക്തിപരമായ എനിക്ക് ബന്ധവും ഉണ്ടായിരുന്നു. എൻ്റെ കാലഘട്ടത്തിൽ 3 മികച്ച പ്രഭാഷകരായിരുന്നു സാനുമാഷ്, സുകുമാർ അഴീക്കോട്, MN വിജയൻ തുടങ്ങിയവർ. അങ്ങ് പ്രഭാഷകൻ എന്ന നിലയിൽ എങ്ങനെ വ്യത്യസ്തനാവുന്നു? ഞാൻ പ്രഭാഷകൻ എൻ്റെ കാലഘട്ടത്തിൽ മനുഷ്യരാശയത്തിന് ആളുകളിൽ പകരാൻ മറ്റെന്തിനേക്കാൾ ഉപയോഗിച്ചിരുന്ന പ്രസംഗമായിരുന്നു. ആ പ്രസംഗം ആ തരത്തിലാണ് ഞാൻ ആരംഭിച്ചത്.
സുകുമാർ അഴീക്കോടും എം.എൻ. വിജയനും കുറച്ചത് പരിശീലിച്ചവരാണ്. നേരത്തെ അതിൻ്റെ ചിട്ടപ്പെടുത്തലുണ്ടായിരുന്നു. എനിക്കുള്ള വ്യത്യാസം അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് വരുന്നത്. ഞാൻ ആദ്യം ഒരു പൊതുവായ പ്രമേയത്തിൽ എനിക്ക് ആത്മാവിൽ എതിർപ്പ് തോന്നിയിട്ട് ഞാൻ അതിനാണ് ആദ്യം പ്ലാറ്റ്ഫോമത്തിൽ കയറുന്നത്. അന്നങ്ങ് പറഞ്ഞു. പിന്നെ അന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ശക്തി കൊണ്ട് ആളുകൾ അംഗീകരിക്കുകയും ചെയ്തു. പിന്നെ ഒരുപാട് സമ്മേളനങ്ങൾ ഇങ്ങനെ പോകുമായിരുന്നു. ഉദാഹരണത്തിന് എൻ്റെ ലേഖനം തന്നെ വാൾട്ട് വിറ്റ്മാൻ ഞാൻ എഴുതുന്നത് ഒരു പ്രസംഗമാണ്. അതായത് അന്ന് മുഴുവൻ ആളുകൾ ഈ പരീക്ഷണത്തിനെതിരായിരുന്നു. കലയിലും സാഹിത്യത്തിലും ഫോർമലിസം ഇത് ഒരു രൂപമാത്രന്മാർ. മുണ്ടശ്ശേരി മാസ്റ്റർ മുണ്ടശ്ശേരി മാസ്റ്റർ രൂപഭദ്രൻ എഴുതിയതിൻ്റെ പേര് രൂപഭദ്രൻ എന്നൊരു MLA പേരാണെന്ന് എൻ്റെ സ്നേഹിതനായ ONV കുറുപ്പ് എന്നോടൊപ്പം പ്രസംഗിച്ചു. MLA പേര് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ ആക്ഷേപിക്കുന്നൊരു പദമായി വന്നപ്പോൾ ഞാനെടുത്ത് പറഞ്ഞു. അന്ന് K. ബാലകൃഷ്ണൻ നല്ല ഒന്നാന്തര പ്രസംഗങ്ങൾ കേട്ടില്ലാത്തതാണ്. കേരളത്തിലെ ഏറ്റവും വാഗ്വൈഭവമുള്ള ശബ്ദത്തിലൊക്കെ അനുഗ്രഹീതനാണ്. അതിൻ്റെ ആരോഹാവരോഹ ക്രമങ്ങളൊക്കെ അധീക്ഷിച്ചുകൊണ്ട് ഭംഗിയായിട്ട് പറയുന്ന ഒരാളാണ് അദ്ദേഹം. അഭിപ്രായം ഞാൻ എതിരായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് പരീക്ഷണമില്ലാതെ നല്ല സാഹിത്യം ഉണ്ടാവില്ലെന്നാണ്. അത് അവനവൻ്റെ ആത്മാവിഷ്കരണത്തിൻ്റെ അംശമുണ്ട് എല്ലാത്തിലും. വിറ്റ്മാൻ നോക്കി. വിറ്റ്മാൻ കവിത എഴുതാൻ അറിയുമ്പോൾ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ ലിങ്കൺ മരിച്ചപ്പോൾ എഴുതിയതാണ്. അത് വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. വേറൊന്നും കൂടിയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് തൻ്റെ ഒരു ആഗോള വ്യാപ്തിയാർന്ന സനാതന പ്രമേയങ്ങൾ അന്തരംഗത്തിൽ തുടിക്കുമ്പോൾ അത് ആവിഷ്കരിക്കുന്നതിന് ഇത് അപര്യാപ്തമാണെന്ന് തോന്നി. എന്നിട്ട് അദ്ദേഹം പുതിയൊരു ശൈലി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ശൈലിയെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് വളരെ വെളിച്ചം കിട്ടിയ പോലെ തോന്നി. ഒന്ന്, അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു. ഞങ്ങൾ മുഖപ്രസംഗം എഴുതുന്നു, ഞാൻ ലേഖനം എഴുതുന്നു. അദ്ദേഹം ലേഖനം എഴുതുമായിരുന്നു. നല്ല ലേഖനം എഴുതിയിട്ടുണ്ട്, പ്രബന്ധം കാട്ടിയുള്ള. എൻ്റെ അന്തരാത്മാവ് കവിതയും. ഈ അന്തരാത്മാവിനൊരു താളമുണ്ട്. അത് ഹൃദയസ്പന്ദനത്തിൻ്റെ താളമെന്ന് അദ്ദേഹം പറഞ്ഞത്. അത് എടുക്കേണ്ട പരീക്ഷണം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം, നമ്മൾ ടാഗോർ പറയുന്ന അദ്ദേഹം ഋഷിയായ കവിയാണെന്നാണ് ഉത്തര ഉയരത്തിലെത്തി. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാലകൃഷ്ണൻ പറഞ്ഞു, ഇതെനിക്ക് എഴുതിത്തരണം. അങ്ങനെയാണ് ഞാനത് ആദ്യം എഴുതി കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിത് പരാമൃഷ്ടമായ കുറ്റിപ്പുഴ സാറുണ്ടല്ലോ, അദ്ദേഹം മറുപടി കത്തെഴുതി, ആരാണ് MK സാനു. ആ ലേഖനം എന്നെ പിടിച്ചു തരുന്നതാണ് വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ഈ സൗഹൃദം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനം. മറ്റവർ തമ്മിൽ മറ്റു വേറൊരു വഴിക്കാണ്. ഇപ്പോൾ G. കുമാരപിള്ള സാർ ഒരു ദിവസം എന്നെ കണ്ടു. എന്നെ സാറ് പ്രശംസിക്കാത്തതാണ് ആരെയും. ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു, സാനു എന്താ പ്രസംഗിച്ചതെന്ന് അവിടെ ആ കുട്ടികളോട് ചോദിച്ചാൽ അവർ നാളെ പറഞ്ഞു തരും. 1, 2, 3 പറഞ്ഞിട്ടാണ് പോയത്. അത് വേറൊരാൾക്ക് സാധിക്കുന്നില്ല. സാറിന് സാധിക്കും, G. കുമാരപിള്ളയ്ക്ക് സാധിക്കുമായിരുന്നു. നമ്മുടെ ഒരു തട്ടുപൊളിപ്പൻ പ്രസംഗം അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഈ M.N. വിജയൻ്റെ ഒരു ഔട്ട്ബേഴ്സ്റ്റാണ്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ അതിനൊരു ചിട്ടപ്പെടുത്താൻ എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും. പല ഭാഗങ്ങളും മനസ്സിലാക്കാതെ പോവുകയും ചെയ്യും. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. പിന്നെ അദ്ദേഹത്തിൻ്റെ ആവേശവും ഈ രണ്ടും കൂടിയാണ് ആളുകളെ പിടിച്ചിരുത്തുന്നത്. സുകുമാർ അഴീക്കോട് അതിൽ നല്ലൊരു വശം എടുക്കുന്നത്, എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിയോഗി ഉണ്ടാകും എല്ലാ പ്രസംഗത്തിലും. അവനെ ആക്രമിക്കുന്ന ആ സ്വഭാവം ആളുകൾ പെട്ടെന്ന് പിടിച്ചിരിക്കുന്നു. അതൊക്കെയാണ് നല്ല വ്യത്യാസം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നത് ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അതേക്കുറിച്ച് മാഷിൻ്റെ അഭിപ്രായം എന്താണ്? അത് ലോകത്തിൽ നമ്മൾ C.A. തോമസിനെയും M. ഗോവിന്ദനെയൊക്കെ ആരംഭിച്ചത് തന്നെയാണ്. ഒന്ന്, സമ്പൂർണ്ണ സത്യം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ വരും. മറ്റൊന്ന്, അന്വേഷണത്തിലാണ് ജീവിതത്തിൻ്റെ മഹത്വവും ചിന്താവീഥിയുടെ വിശാലതയും ഉണ്ടാകുന്നത്. ഈ രണ്ടാമത് പറഞ്ഞതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് അതിൻ്റെ ഭരണഘടന വരുമ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടാണ്. നേരെ മറിച്ച് സംഘടിത മതം അധികാരത്തിലേറിക്കഴിഞ്ഞാൽ, സംഘടിത മതം പോലെ വളരെ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ഡിറ്റർമിനിസമാണ് കമ്മ്യൂണിസ്റ്റിലുള്ളത്. ഇന്ന തരത്തിൽ സമൂഹം മാറി വരും, തീസിസ് ആൻറ്റി തീസിസ് അവസാനം വന്ന് ഇങ്ങനെ വരും. അവർക്ക് നിശ്ചിതത്വം ഉണ്ട്, അതിനപ്പുറം പറ്റിയില്ല. അങ്ങനെ വരുമോ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള അവർക്ക് ജനാധിപത്യമല്ല, അവർ ടോട്ടലിറ്റേറിയനിസമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്നത്. മറ്റവർക്ക് ഫാസിസം തന്നെയാണ്, അതിൻ്റെ ശൈലി തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത്. അത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഈ ഭീഷണി ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം നമ്മൾ സിനിമയുടെ കാര്യം തന്നെ എടുക്കാമല്ലോ. നമ്മുടെ നിർമാല്യം MT വാസുദേവൻ നായർ കൊണ്ടുവന്നാണ്. ഇന്നത് കാണിക്കാൻ പറ്റിയില്ല.
അതുപോലെ അതിനേക്കാൾ വളരെ മൃദുലമായ മതത്തെ സ്പർശിക്കുന്ന കാര്യം പോലും തൊടാൻ പറ്റാത്ത തരത്തിൽ മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അത് കേസിലേക്ക് ഉണ്ടായിരുന്ന കാര്യം വെടിയിച്ച് കൊല്ലുമായിരുന്നു എനിക്ക് തോന്നുന്നു. കൊറോണാനന്തര സാമൂഹ്യ അവസ്ഥ ഒരു പ്രതിസന്ധിയായി ഇന്ന് തുടരുകയാണ്. ഈ പ്രതിസന്ധിയെ നമ്മുടെ സമൂഹവും സാഹിത്യവും അതിജീവിക്കുമെന്ന് മാഷ് കരുതുന്നുണ്ടോ? കോവിഡിന് ശേഷം മനുഷ്യ മനസ്സുകൾ എങ്ങനെ മാറുന്നു എന്ന് എനിക്ക് തോന്നുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ തന്നെ ഏത് പ്രാതികൂല്യത്തെയും അതിജീവിക്കുന്ന എന്തോ ഒരു രശ്മിയുണ്ട്, അടങ്ങിയിട്ടുണ്ട്. എല്ലാ ഘട്ടത്തിലും ചെയ്യും. ഇപ്പോൾ 1984 എഴുതിയത് ഓർവെൽ എഴുതിയത് 1984 കഴിഞ്ഞു, 84 വന്നില്ലല്ലോ. പല പ്രവചനങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ പല പ്രവചനങ്ങളെല്ലാം തിരിച്ചുകൊണ്ട് മനുഷ്യ മനസ്സിനെല്ലാം ഇതിലായിട്ട് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ തരത്തിൽ ഇതിന് ശേഷവും മനുഷ്യൻ്റെ സ്വതന്ത്രമായ ബുദ്ധിയും ആത്മാവും ഒരിക്കലും ആളുകൾക്ക് നശിപ്പിക്കാനാവാത്ത വിധം ഊർജ്ജസ്വലമായി പുതിയ ജ്വാലയുമായി പ്രത്യക്ഷപ്പെടും എന്നാണ്. അവരായിരിക്കും പിന്നെ ഭാവിയുടെ ചിന്തയെ നിയന്ത്രിക്കാൻ പോകുന്നത്, അല്ലാതെയുള്ള ആ വഴിക്ക് പോകും. പോകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതിൻ്റെ സ്വഭാവത്തിനൊക്കെ മാറ്റം വരും, സ്വഭാവത്തിന് മാറ്റം വരും. അത് നമ്മുടെ അന്നത്തെ നമ്മളതിൻ്റെ ഒരു നല്ലപോലെ വ്യക്തമാകാതെ പറയുമ്പോൾ ഒരു ആത്മീയ കാലാവസ്ഥയുണ്ട്. ഓരോ കാലത്തിനും ഒരു കാലാവസ്ഥയുണ്ട്. അന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് സാഹിത്യം അതിൻ്റെ രൂപഭാവങ്ങൾ കൈക്കൊള്ളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ഒക്കെ ചരിത്രം എഴുതുമ്പോൾ 17-ാം നൂറ്റാണ്ടിന് വെളിച്ചത്തിൻ്റെ സൂര്യോദയത്തിൻ്റെ യുഗം എന്ന് പറയും, ഏജ് ഓഫ് എൻലൈറ്റൻമെൻറ്റ്. നമ്മുടെ ഗലീലിയോ തുടങ്ങിയവരൊക്കെ വരുന്ന ആ പീരീഡിലാണ്. 18-ാം നൂറ്റാണ്ട് വരുമ്പോൾ അതിനോട് യുക്തി ആധിപത്യം സ്ഥാപിക്കും. അതാണ് ഏജ് ഓഫ് വോൾട്ടയർ എന്നും പറയും, ഏജ് ഓഫ് റീസൺ എന്ന് പറയും. 19-ാം നൂറ്റാണ്ട് കാറൽ മാർക്സ് വന്നു കഴിഞ്ഞു. അതിന് ഏജ് ഓഫ് പ്രോഗ്രസ്, തീർച്ചയായിട്ടും പുരോഗതി ഉണ്ടാകും ആ സ്ഥലത്ത്. 20-ാം നൂറ്റാണ്ട് 2 ലോകമഹായുദ്ധം ഉണ്ടായി. അവിടത്തേക്കും ഏജ് ഓഫ് ആങ്സൈറ്റി, ഇനി എന്ത് സംഭവിക്കും, യുദ്ധമുണ്ടാകുമോ, അതാണ് ആധുനിക സാഹിത്യത്തിന് രൂപം കൊടുത്തത്. അതുപോലെ അടുത്ത ഒരു ആത്മീയ കാലാവസ്ഥ അന്ന് എങ്ങനെ വരും എന്നെനിക്ക് രൂപമില്ല. അത് വന്നു കഴിഞ്ഞാലും അതനുസരിച്ചുള്ള രൂപഭാവങ്ങൾ സാഹിത്യത്തിനുണ്ടാകും. സാഹിത്യം നശിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതില്ലാതെ മനുഷ്യജന്മത്തിൻ്റെ ഒരു ഭാഗമാണത്. പല ഡയമെൻഷൻസ് ഉണ്ട് നമ്മുടെ ഇതിന്. അതിലൊരു ഡയമെൻഷനാണ് നമ്മുടെ ഈസ്തറ്റിക് ഡയമെൻഷൻ എന്ന് പറയുന്നത്. സൗന്ദര്യബോധവും സൗന്ദര്യാസ്വാദനവും അതിൻ്റെ ഭാഗമാണ്. അതില്ലാതെ മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സാമൂഹിക അകലം, സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഇതുപോലൊരു പ്രതീകമാണ്. ഇത് ഇപ്പം മാഷ് എന്നെ ഇവിടെ വരാൻ അനുവദിച്ചത് മാഷിൻ്റെ വലിയൊരു ഇതിനോടുള്ള വലിയൊരു കാരുണ്യം ആരും അനുവദിക്കത്തില്ല. സോഷ്യൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസ്, സാമൂഹിക അകലം എന്നുള്ളത് ഇനിയുള്ള ജീവിത ബന്ധങ്ങളെ ഇങ്ങനെ അത് തന്നെ തുടർന്ന് പോകാനുള്ള സാധ്യതയില്ലേ? അല്ല, അതിനെനിക്ക് വരുന്നത് മറ്റേ നേരത്തെ പറഞ്ഞല്ലോ, ഈ മനുഷ്യരുടെയൊക്കെ കയ്യിരിക്കുന്ന ഈ ഇപ്പോഴത്തെ വർത്തമാനം പറയുന്ന ഇപ്പോൾ കുട്ടികളൊക്കെ അതിനകത്ത് ഒതുങ്ങുകയാണ് പലപ്പോഴും. അതെങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത്? മനുഷ്യബന്ധങ്ങളിലൊക്കെ മാറ്റമുണ്ട്, ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. സ്നേഹമാണ് കാഷ്വാലിറ്റി എന്ന് തോന്നുന്നു ആദ്യത്തെ. ഇപ്പോൾ എനിക്ക് വളരെ വാത്സല്യിച്ച് ഞാൻ എടുത്തു വളർത്തിയൊരു കുട്ടിയെ ഞാൻ ഒരു ദിവസം പിന്നീട് കാണാൻ ചെന്ന് കുറച്ചകത്ത് കഴിഞ്ഞിട്ട്, അപ്പോൾ അയാളെന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അയാളുടെ വീഡിയോ ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തോ അയാളുടെ ലോകം. ആരെ നോക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചങ്ങോട്ട് പോയി. അത് ഞാൻ പരിചയമുള്ളപ്പെട്ടവരും കാണിച്ചില്ല. ഇതെങ്ങനെ വരും എന്നെനിക്കറിയാൻ വയ്യ. എങ്കിലും അങ്ങനെ പോകാൻ പറ്റുമോ? മനുഷ്യരല്ലാതാകുമോ? സ്നേഹം പോകുമോ? ഇതൊക്കെ സംശയമുള്ളതാണ്. പോയാൽ മനുഷ്യനല്ലാത്ത മറ്റൊരു റോബോട്ടാകും. റോബോട്ടായ നശിച്ചത് തന്നെ. റോബോട്ട് എന്ന നാടകമുണ്ടല്ലോ, RUR എന്നൊരു നാടകമുണ്ട്. അത് എഴുതിയത് ജോസഫ് ചോപ്പക്കാണ്. ഈ C.A. തോമസ് തർജ്ജമ ചെയ്തതിലെ ഒരാൾ. അതിൽ അവസാനം ഇത് മനുഷ്യനുണ്ടാവുകയാണ്. പിന്നെ അതിൽ നിന്ന് 2 റോബോട്ടുകൾ തമ്മിൽ, യന്ത്രങ്ങളല്ലേ, പക്ഷെ അവരിൽ അനുരാഗം, നിന്നെ കാണാതിരിക്കുമ്പോൾ എനിക്ക് വേദന തോന്നുന്നു, അതെനിക്കും തോന്നുന്നു എന്ന് പറയുമ്പോൾ അത് മനുഷ്യനായി. അതുപോലെ മാറ്റം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
മനുഷ്യൻ എല്ലാറ്റിനെയും അതിജീവിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സ്നേഹിക്കുന്ന മഹത്വത്തോടും അവൻ്റെ അനശ്വരതയുടെ നേർക്കുള്ള ആഭിമുഖ്യത്തോടും കൂടി ഈ സകല പ്രാതികൂല്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അനന്തതയിലൂടെ എൻ്റെ പ്രമാണാനുസരിച്ച് പറയണമെങ്കിൽ ഈശ്വരൻ്റെ കരാവലംബത്തോടു കൂടി അവൻ പോയിക്കൊണ്ടിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. വിശ്വാസമാണ്, യുക്തി അതിനില്ല. ഒരവസ്ഥ കഴിഞ്ഞ് നമ്മൾ യുക്തിയിൽ നിന്നും വിശ്വാസത്തിലേക്ക് ഒരു എടുത്തിയാട്ടമുണ്ട്. ആ ചാട്ടത്തിലാണ് ഞാൻ ഇത് പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനമാണ് അങ്ങ് ഏറെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? അല്ല, ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിന് പലരും മാറ്റത്തെ പറ്റിയൊക്കെ പറയാറുണ്ട്. മാറ്റം ഉണ്ടായിട്ടില്ലെന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു വിഷൻ കിട്ടിയിരുന്നു. അത് 1888 നമ്മുടെ കേസരി ജനിക്കുന്നതിന് അടുത്ത വർഷമാണ്. അന്ന് അദ്ദേഹം ജാതിഭേദമില്ലാത്ത മതദ്വേഷമില്ലാത്ത ഏവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം. അത് അരീപ്പുറമല്ല, അത് ലോകം മുഴുവനുമാണ് ഈ മാതൃകാസ്ഥാനം. എന്നല്ല, അതിൻ്റെ നിർവചനത്തിൻ്റെ ഒരു ഭാഗത്ത് വരുമ്പോൾ മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ്, അതിന് കവിഞ്ഞൊന്നുമില്ല. അപ്പോൾ മതങ്ങൾ തമ്മിലുള്ള കലഹമൊക്കെ പോകും, മനുഷ്യത്വം ഉണ്ടെങ്കിൽ മനുഷ്യത്തിൻ്റെ വളർച്ചയാണ്. അതിനെ ഞാൻ പൂജിക്കുന്ന ഒരാളാണ്. മറ്റ് അനുഷ്ഠാനങ്ങളൊക്കെ വേറെ താൽക്കാലികമാണ്. അദ്ദേഹം തന്നെ അനുഷ്ഠാനങ്ങൾ പലതിനെയും കളഞ്ഞു. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിലുള്ള സ്ഥാപനങ്ങൾ വളരെ നികൃഷ്ടമായ രീതിയിൽ അധപ്പതിക്കുകയും ജാതി വിദ്വേഷവും ഇതെല്ലാം ഉണ്ടാക്കുകയും ചെയ്തിട്ടുമുണ്ട്. അത് ലോകത്തെ എല്ലാ പ്രവാചകന്മാർക്കും സംഭവിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് എപ്പോഴും ദൈവം വിധി ശിക്ഷിക്കുന്നത് അവരുടെ തത്വങ്ങളെ ലംഘിക്കുന്ന അനുയായികളെ നൽകിയാണ് എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. ഷായാണെന്ന് തോന്നുന്നു, പറഞ്ഞ ഷായാണ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു അനുഗ്രഹീതാത്മാവായ പ്രവാചകനെ ദൈവം രൂപം നൽകുന്നു, അപ്പോൾ തന്നെ ആലോചിക്കുന്നത് ഇയാളെ എങ്ങനെ ശിക്ഷിക്കും, ആ ശിക്ഷ അനുഭവിക്കേണ്ട നിർദ്ദേശം ഉണ്ടല്ലോ, അനുയായികളെ നൽകി ശിക്ഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ള അനുയായികൾ വന്നു ചേർന്നിരിക്കുന്നു. മലയാളത്തിലെ ജീവചരിത്ര ശാഖയ്ക്ക് ഏറെ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് അങ്ങ്. അങ്ങയുടെ ജീവചരിത്ര രചന രീതി ഒന്ന് വിശദീകരിക്കാം. അത് ഒരു വ്യക്തിത്വം എന്നെ ആകർഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആകർഷിക്കുന്നത് വ്യക്തി എന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ തത്വങ്ങളുടെ പേരിലായിരിക്കും. അത് ഞാൻ ഒരുപാട് അതിനെ അടിസ്ഥാന വസ്തുതകൾ ശേഖരിക്കും. ഇതെല്ലാം സൂക്ഷിക്കാനുള്ള കഴിയുന്ന ഇവിടെ ഇല്ല, പലരും നഷ്ടപ്പെടുകയും ചെയ്യും. അത് വെച്ചതിന് ശേഷം ഞാനിങ്ങനെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ആലോചിച്ച് വരുമ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു വിഷൻ പോലെ കിട്ടും, ഇന്നതാണ്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിനെ ബാക്കി വസ്തുതകൾ ക്രമീകരിക്കുന്നത്. സീയത്ത് കീറുന്ന വജ്രസൂചി അതെനിക്ക് കിട്ടുന്ന ഒരിതാണ്, ഒരു പെട്ടെന്ന് കിട്ടുന്ന ഒന്നാണ്. അതെല്ലാം ഇങ്ങനെയാണ് പലതും പോകുന്ന ഒരു ധ്യാനമുണ്ട് അതിൻ്റെ പുറകിൽ. അതിന് പറ്റുന്ന വസ്തുതകൾ ഇപ്പോൾ ബാലകൃഷ്ണപിള്ളയെക്കുറിച്ച് കൊടുത്തതും അങ്ങനെയാണ്, ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടാവ്, അത് രീതിയിൽ കൊടുത്തു. ഇപ്പം ഞാൻ ഒടുവിലത്തെ അതാണ്, ഈ 18-ാം തീയതി പ്രകാശനം ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജീവിതത്തിൽ. അതിൽ ഞാൻ ആകർഷനായത്, എനിക്കൊരാളുടെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രൊഫസർ സണ്ണി സെബാസ്റ്റ്യനെ ഇഷ്ടപ്പെട്ടാൽ, ഒരു കൃതി ഇഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, ഒരു ഉപന്യാസം ഇഷ്ടപ്പെട്ടു എന്നിരിക്കട്ടെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ കർത്താവിനെ പറ്റി അന്വേഷിക്കാൻ ആഗ്രഹിക്കും. അന്വേഷിച്ച് എങ്ങനെ ജീവിക്കുന്നു, എന്തെല്ലറക്കാരനാണ്. ഇത് ആദ്യം മുതലുണ്ട്. ഇപ്പോൾ വാൾട്ട് വിറ്റ്മാനെ പറ്റി ഞാൻ കവിതയെ പറ്റിയല്ല എഴുതിയത്, ആദ്യം ജീവിതം ചുരുക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ളൊരു കവിതകൾ കുട്ടിക്കാലത്ത് മുതൽ ഉണ്ടായിരുന്നിരിക്കും. അത് ഇങ്ങനെ വളർന്നിട്ടാണ് ഓരോ വ്യക്തികളിലേക്കും പിന്നീട് തിരിഞ്ഞത്. പുതിയ കാലഘട്ടത്തിലെ സാഹിത്യം അങ്ങ് ശ്രദ്ധിക്കാറുണ്ടല്ലോ, അതിനെ എങ്ങനെ നിരീക്ഷിക്കുന്നു? ഇവിടുത്തെ എല്ലാവരും എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. എഴുത്തുകാരിൽ പലരെയും, ചിലരെയൊക്കെ ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്നറിയില്ല. ചിലർ എന്നിൽ ഈ നമ്മുടെ ആസ്വാദനം എന്ന് പറയുന്നത് നാം ആദ്യം ആസ്വദിക്കുകയാണ്, അതിനുശേഷമാണ് ഇതാരാണെന്നാണ് തിരക്കുന്നത്. കാരണം ഒരു കൃതി നല്ലതാണെന്ന് പറയുന്നത് ഒരു വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്. വായിച്ചു, നമ്മൾ ആകർഷിച്ചു, പിന്നെയാണ് നമ്മളതിൻ്റെ എന്താ സ്വഭാവം എന്നൊക്കെ തിരക്കുന്നത്. അത്തരത്തിൽ എന്നെ ആധുനിക ഇപ്പോഴത്തെ യുവാക്കളുടെ ഇടയിൽ കുറേ ഞാനതിൻ്റെ പഴയ ആളായി പോവുകയും ചെയ്തിട്ടുണ്ട്. 93 വയസ്സ് നമ്മുടെ ചെറിയ വയസ്സല്ല, അത് കഴിഞ്ഞു. അതിൻ്റെ കൊണ്ട് ചിലപ്പോൾ പ്രയാസം നേരിടുന്നുണ്ടെങ്കിലും പലതും ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപാട്. അയ്യപ്പൻ എനിക്കിഷ്ടമായിരുന്നു.
അയ്യപ്പൻ എല്ലാ തരത്തിൽ കള്ളു കുടിച്ച് സ്വയം നശിക്കുന്ന എല്ലാം കണ്ടു. എൻ്റെ അടുത്ത് കാശ് ചോദിക്കാൻ വന്നാൽ അയ്യപ്പൻ്റെ അമ്മ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കാശ് തരികയില്ല എന്ന് പറയുകയും ചെയ്യും. കള്ളു കുടിക്കുന്നതിനൊക്കെ അതൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷേ അയ്യപ്പൻ്റെ ചില കവിതകൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട്. സബാസ്റ്റിനെ ഇഷ്ടമാണ്. അവിടെ കൊടുങ്ങല്ലൂർ അവിടെയുള്ള കവിതകൾ ഇഷ്ടമാണ്. നമ്മളന്ന് എൻ്റെ കൂടെ പ്രസംഗിക്കാൻ വന്ന സന്ധ്യ, ഈ സന്ധ്യയുടെ അതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് ഒരു വ്യത്യസ്തം, അതിൻ്റെ ഭംഗിയുണ്ട്. അയ്യപ്പണിക്ക് അതുപോലെ കവിതയുണ്ട്. കവിത ഗദ്യമാകുന്ന എനിക്ക് പരാതിയില്ല. പണ്ട് കവിതകൾ ഗദ്യത്തിൽ എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ചെറുജീവിൻ്റെ ഒരു പുസ്തകം അത് തന്നെയാണ്, പോയംസ് ഇൻ പ്രോസ്. അതാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. റഷ്യൻ പുസ്തകമാണ്. അതിമധുരമായ ഒരു പുസ്തകമായിട്ട് എനിക്ക് തോന്നിയത്. വളരെ ഒരുപാട് ഡയമെൻഷൻസും ഉണ്ട്. അതുപോലെ ബോധലേറിൻ്റെ ഉണ്ട് പോയംസ് ഇൻ പ്രോസ്, ഓസ്കർ വൈൽഡിൻ്റെ ഉണ്ട്. പക്ഷേ ഗദ്യ കവിത അതല്ല. ഇപ്പോൾ നമ്മുടെ ജി ശങ്കരക്കുറുപ്പിൻ്റെതാണെങ്കിൽ ഒമർ ഖയ്യാം ക്ഷമിക്കട്ടെ എന്നൊരു കവിതയുണ്ട്. ചാരായ കടയിൽ ചങ്ങാതികൾക്കിടയിൽ ഗാനത്തിന് മാനം നിൽക്കുന്ന കുലടകൾക്കിടയിൽ അല്ല ജീവിത സത്യം. അത് കവിത എനിക്ക് തോന്നാറില്ല. ഇത് വെറുതെ ഒരു പ്രായസ്ഥലത്ത് വെച്ച് പോവുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു ചെറിയ ഗദ്യത്തിൽ എഴുതിക്കഴിഞ്ഞ് അതിനകത്തുകൂടെ അതല്ലാത്ത ഒന്ന് വരും നമുക്ക്. അതിൻ്റെ അർത്ഥം അതിന് പുറത്താണ്. അത്തരത്തിൽ കിട്ടുന്നതാണെങ്കിൽ അത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ സന്ധ്യയിലൊക്കെ അത് എനിക്ക് കാണുന്നുണ്ട്. പുതിയ എഴുത്തുകാർ ചിലരിൽ, എല്ലാവരുടെയും പേര് ഞാൻ ഓർക്കുന്നില്ല, നല്ലവരെ എഴുത്ത് വരുന്നുണ്ട്. അങ്ങ് ദീർഘകാലം അധ്യാപകനായിരുന്നല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അങ്ങയുടെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിജ്ഞാന വിതരണത്തിന് ഇന്ന് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഏറെ സാധ്യതകളുണ്ട്. എൻ്റെ ചോദ്യം, ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അധ്യാപകൻ്റെ പ്രസക്തി എന്താണ്? അതെ, ഞാൻ പഠിപ്പിക്കുന്ന കാലത്തുള്ള അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഇന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതം ആരംഭിക്കുന്ന സ്കൂളിലാണ്. അന്ന് മുതൽ ഇന്ന് വരെ, ഇപ്പോൾ ഞാൻ റിട്ടയർ ചെയ്ത് പോകുന്നത് വരെ ഈ വിദ്യാർത്ഥികൾ എന്നിലർപ്പിച്ച സ്നേഹം അത് ഭയങ്കരമാണ്. ഞാൻ എത്ര നമസ്കാരം പറഞ്ഞാലും തീരാത്ത തരത്തിൽ. ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോഴും എനിക്ക് എൻ്റെ വിദ്യാർത്ഥികൾ ചിലപ്പോൾ അവിയലുണ്ടാക്കിക്കൊണ്ട് തരും, ഒരാൾ മോരുകാച്ചി ഉണ്ടാക്കിക്കൊണ്ട് തരും. അങ്ങനെ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ എനിക്ക് വസ്തുത രോമാഞ്ചം ഉണ്ടാകും, ഞാനിത് അർഹിക്കുന്നു എന്ന്. അത് എനിക്ക് എങ്ങനെയോ വിധിയുടെ കാരുണ്യം പോലെ ലഭിച്ചതാണ് ചെയ്യുക. ആ ബന്ധം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അവർ പല കക്ഷിയാണ്. ഇപ്പോൾ A.K. ആൻ്റണി അല്ല വൈക്കം വിശ്വൻ. പക്ഷേ ഇവർ രണ്ടുപേരും ഒരേ തരത്തിൽ ഞാനോട്ട് ബന്ധം. അത് രണ്ടുപേരും അല്ല വയലാർ രവി. എല്ലാവരും ഒരുപോലെ അടുപ്പം എനിക്കെങ്ങനെയോ ഉണ്ടായിപ്പോയി. അത് എങ്ങനെയെന്ന് അറിയില്ല. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ സെബാസ്റ്റ്യൻ പോള്, നമ്മുടെ റോയ്, KM റോയിയൊക്കെ വളരെ എന്തൊരു സ്നേഹമുള്ള സങ്കടം. ഇപ്പോൾ ഇത് തളർന്ന് ഓർമ്മയിലായിരിക്കുകയാണ്. ഒന്ന് നോക്കി. അത് ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അധ്യാപക വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു ആത്മീയ ബന്ധം അധ്യാപനത്തിന് അനിപേക്ഷണീയമാണ് എന്ന് ഞാൻ കരുതുന്നു. അത് മറ്റൊരു രൂപത്തിലാവും, അനേക രൂപങ്ങളിലാകാം. അധ്യാപകനെ എപ്പോഴും ഒരു ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തെപ്പറ്റിയുള്ളൊരു ദർശനം മനസ്സിലുണ്ടായേ പറ്റുള്ളൂ. ആ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെമിസ്ട്രിയും പഠിപ്പിക്കാം, ഏതും പഠിപ്പിക്കാൻ പറ്റും. പഠിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ തോന്നും. കാരണം അവയെല്ലാം ഇത് അലട്ടുന്നതായിരിക്കും. ഇതിൽ ചിരിക്കുകയും ഇതിൽ വിജയിക്കുകയും നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനിടയിലും അപൂർവ നിമിഷങ്ങളിൽ അവരെ ഇത് അലട്ടാതിരിക്കുകയില്ലെന്നാണ് എൻ്റെ വിചാരം. മനുഷ്യത്വം ഉണ്ടെങ്കിൽ. അപ്പോൾ അതിന് നമ്മളൊരു ആകാൻ സാധിച്ചേക്കും. ഇതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റിയില്ല. അങ്ങനെയാണ് എൻ്റെ വിചാരം. എഴുത്തുകാരൻ, അധ്യാപകൻ, അങ്ങേക്ക് ഏറ്റവും തൃപ്തി നൽകിയത് ഇതിലേത് മേഖലയാണ്? തൃപ്തി, ക്ഷണികമായ തൃപ്തി തോന്നലുള്ള എപ്പോഴും അധ്യാപനത്തിലാണ്. ഇപ്പം ഞാൻ തന്നെ മനുഷ്യരുടെ ജീവിതത്തിൽ പല പല ഘട്ടങ്ങളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ വളരെ മാനസികമായി തളർന്ന് ദുഃഖിതമായി ഒക്കെ ഇരുന്നാലും ഒരു ക്ലാസ്സിൽ ചെന്നാൽ ഞാൻ ആൾ മാറും. എനിക്കൊരു അനുഗ്രഹീതൻ്റെ ആയിട്ട് എനിക്ക് തന്നെ തോന്നും. പിന്നെ മാറിയിട്ട് അത് കുറച്ച് ഒഴുകും. പക്ഷേ ഒരു നീണ്ടു നിൽക്കുന്ന തൃപ്തി തോന്നുന്നത് എഴുത്തുകാരൻ്റെ രീതിയിലാണ്. രണ്ടുമുണ്ട്. ക്ഷണികമായ സംതൃപ്തി അധ്യാപനവും സ്ഥായിയായ സംതൃപ്തി രചനയും നൽകുന്നു എന്നുള്ളതാണ് എൻ്റെ മറുപടി. ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും മാഷിനെ ചെയ്ത കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മാഷിന് പറ്റുന്ന രീതിയിലെല്ലാം പൂർണ്ണമായിട്ട് തൻ്റെ കലാജീവിതം, സാഹിത്യ ജീവിതം ചെയ്യാൻ സാധിച്ചു എന്നുള്ള ഉത്തമ
ആ വിശ്വാസമുള്ള ആളാണെന്ന് എനിക്ക് അതെ. അതിൽ വളരെ തൃപ്തനാണ് അല്ലേ.